ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു മാർബിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു എഗ്ലെസ് കേക്കാണ്. അപ്പോൾ എഗ്ഗ് കേക്കിൽ ഇഷ്ടമില്ലാത്തവർക്കും അതുപോലെ എഗ്ഗ് കഴിക്കാത്തവർക്കും ഒക്കെ ഇത് ഇഷ്ടമാവും. അപ്പോൾ കേക്കിൻ്റെ ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത് മാംഗോയും ചോക്ലേറ്റുമാണ്. അതിനുവേണ്ടി ആദ്യം വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, 1/2 കപ്പ് തൈര്, 1/4 കപ്പ് പഞ്ചസാര. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ച് ചേർക്കണം. അതിന് 1 കപ്പ് മൈദ, 3 ടീസ്പൂൺ കോൺഫ്ലോർ, 1/4 കപ്പ് മിൽക്ക് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയേ ഉള്ളൂ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇത് അരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കണം. ഒരു പോർഷനിൽ ചോക്ലേറ്റ് ഫ്ലേവർ ചേർക്കാം. ഇവിടെ ഞാൻ ഹർഷീസിൻ്റെ ചോക്ലേറ്റ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് എത്രയാണോ ഇഷ്ടം അത്രയും ചേർക്കാം. ഞാനൊരു 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വല്ലാതെ ഇഷ്ടമില്ലാത്തൊരു 1 സ്പൂൺ ചേർത്താൽ മതി. ഇതിലൊരു 2 സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി രണ്ടാമത്തെ പോർഷനിൽ ഞാൻ മാംഗോ ഫ്ലേവറാണ് ചേർക്കുന്നത്. ഇതിനി കേക്ക് ബേക്ക് ചെയ്യുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഇതിപ്പോൾ മാർബിൾ കേക്കാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡിസൈൻ വരാൻ വേണ്ടി അത് ഒഴിക്കുന്നിടത്ത് കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. ആദ്യം മാംഗോ ഫ്ലേവർ ഒഴിക്കാം. അതിന് മേലെ സെയിം എമൗണ്ട് ചോക്ലേറ്റ് ഫ്ലേവർ, പിന്നെ വീണ്ടും മാംഗോ, വീണ്ടും ചോക്ലേറ്റ്, അങ്ങനെ ബാറ്റർ തീരുന്നത് വരെ ഒഴിച്ചു കൊടുക്കാം. അളവ് തെറ്റിപ്പോകരുത്. സെയിം എമൗണ്ട് ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ ഒരു സ്ക്യൂർ എടുത്തിട്ട് വരച്ചു കൊടുക്കാം. വളരെ സിമ്പിളാണിത് ചെയ്യാൻ. ഇനി അവനിൽ കൺവെക്ഷൻ മോഡിൽ 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നല്ല പാകത്തിന് ബേക്കായിട്ടുണ്ട്. ഇത് ടോപ്പിൽ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും കേക്ക്.
കേക്കിൻ്റെ മേൽഭാഗം കുറച്ചൊന്ന് വിണ്ടിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. കേക്ക് സൂപ്പർ ടേസ്റ്റാണ്. കണ്ടോ, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, പുറത്ത് നല്ല ക്രിസ്പിയാണ്. മാർബിൾ ഡിസൈനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു എഗ്ലെസ് കേക്കാണത്. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും കാണുന്നത് വരെ ബൈ.